നാരായണ നാരെ, അവൻ ഇങ്ങോട്ട് കൊണ്ടുവരൂ. താമ്പയ്ക്കോ? എടാ, കുറെ മുതലാളിമാര് നിന്റെ കയ്യിലുണ്ടോന്ന് വെച്ച് വീണ്ടും തല്ലാനും കുത്താനും നിന്നാണ്ടല്ലോ, ഇടിച്ച് നിന്നെ ഷേപ്പ് ചെയ്യാൻ മാറ്റും. സാറേ, ഇട്ടിച്ചം കാണിച്ചു. ചുമ്മാ എടാ, നീ ജയിലിൽ നിന്ന് ഇറങ്ങുന്നു കാത്തിരിക്കായിരുന്നു ഞാൻ. നീ എന്നോ സഹായിക്കണം. സാറിനെ ഞാൻ സഹായിക്കാനോ? തുറന്നു പറയാലോ, ഞാനിപ്പോ പണിതുകൊണ്ടിരിക്കുന്ന പുതിയ വീട്ടിലേക്ക് വണ്ടി കൊണ്ടുപോകാനുള്ള സൗകര്യമില്ല. അടുത്ത വീട്ടുകാരൊക്കെ റോഡിന് വേണ്ട സ്ഥലം വിട്ടുതരാൻ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കള്ള നസ്രാണി മാത്രം ഉടക്കി നിൽക്കുക. അവനെ ഒതുക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ ഇടപെട്ട വകുപ്പ് മാറും. അതുകൊണ്ടാണ് നിന്നെ ഏൽപ്പിക്കാന്ന് വെച്ചത്. അവൻ കുറച്ച് പിടിപാടുള്ളവനാ. നീ വിചാരിച്ചാലേ അവനെ ഒതുക്കാൻ പറ്റൂ. എന്താ അവന്റെ പേര്? വർക്കി, തുരുത്തേൽ വർക്കി. സാറേ, റോഡ് വെട്ടാൻ നാളെ തന്നെ ആൾക്കാരെ ഏർപ്പാടാക്കിയോ? വർക്കിയുടെ കാര്യം ഞാൻ ഏറ്റു. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, ഞാൻ വാങ്ങില്ല. സാറേ, എനിക്കും ഇതുപോലെ ആവശ്യങ്ങൾ വരും. അപ്പോ വേണ്ട രീതി സാറങ്ങ് കൈകാര്യം ചെയ്ത് തന്നാ മതി. അപ്പോ വരട്ടെ. അയ്യോ, കഷ്ടം. ഹലോ, വണ്ടി മാറ്റി കൊണ്ടുപോടാ. ഹലോ, എന്താണ് നല്ല നട്ടുള്ള കാലത്ത്? അസനിക്കോ രണ്ട് ചായ. ബാപ്പാ, ഇത് ആരാ വന്നിരിക്കുന്നത് നോക്കി. അല്ല, ആരും അച്ചുട്ടിയോ? അല്ലടോ, യാന വലിയാരും വലിയല്ലോ. അനക്ക് അവിടുന്ന് നേരത്തിനും കാലത്തോളം തിന്നാനും കുടിക്കാനൊന്നും കിട്ടല്ലേ? മോളെ നോക്കിക്കണ്ട, പോത്തറച്ചി മോളെ എടുത്തു കൊടുക്കും. എനിക്ക് വേണ്ടക്ക, എനിക്കിപ്പോ ഒരു ചായ മതി. അതെന്ത് പറ്റി? പോത്തറച്ചി എനിക്ക് ജീവനയില്ലോ. ജയിലിൽ പോയപ്പോ അതൊക്കെ ചടച്ചു പോയോ? ഓൻ അതും ഇതൊക്കെ പറയും. നോക്കിക്കണ്ട് എടുത്തു കൊടുക്കും മോളെ. ചെല്ലി. എന്റെ കാര്യം മറക്കരുത്. വിശക്കുന്ന ഒരു വയറിന്റെ ഉടമസ്ഥനാണ് ഞാൻ. അല്ല മോനെ, ഓൻ എന്നെ തല്ലെ കുത്തിട്ട് ചെയ്തോ? ഇല്ല. ഉസ്താദിന് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. എവിടെ ചെന്നാലും VIP ട്രീറ്റ്മെന്റ്. ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. ഇങ്ങക്ക് ഇപ്പൊ കൊണ്ടുവരാം. ദാ കഴിച്ചോളി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെങ്കി വേണ്ട. എന്തിനാണ് പോത്തിരിച്ചോട് ദേഷ്യപ്പെടണേ? ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാനില്ല ഇവിടെ. എനിക്ക് പോത്തിനോട് യാതൊരു ദേഷ്യമില്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അല്ല, ജയിലിലിപ്പോ പഴയതിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? നിനക്ക് പോയി കിടക്കണമെന്നുണ്ടാ? ആലോചന ഇല്ലാതില്ല. ജയിലിൽ കിടന്നിട്ടുള്ളവരാണല്ലോ വലിയ വലിയ മഹാന്മാരായിട്ടുള്ളത്. ഉദാഹരണത്തിന് ഗാന്ധി, നെഹ്റു. അത് ശരിയാ. നീയൊക്കെ ജയിലിൽ പോയി കിടന്നാലേ ജയിലിന്റെ പേര് ചീത്തയാവും. വെള്ളം കൂടി മുട്ടിച്ച പാർട്ടി അല്ലടാ നിങ്ങള്. അച്ചൂട്ടി വന്നാ പിന്നെ മണീന് 6 മുഴ നാവാ. അല്ലാത്തപ്പോ ഒരു മുങ്ങല അട്ടയെ പോലെ അട്ടപ്പാടിയിലേക്ക്. അല്ലടാ, ഞാൻ നിന്റെ ഒക്കെ തല്ലുവെള്ളം അവിടെ കിടക്കാം. മതി, നിർത്തടാ. വാടാ. അപ്പൊ പോത്തർച്ചി പോത്തർച്ചിന്റെ ഇതവിടെ എടുത്ത ഞാൻ ഗ്യാപ്പിൽ വന്ന് തിന്നോളാം. ഇത് നമ്മളൊന്നിൽ വേണം അച്ചൂട്ടി. ഈ അതോട് വെച്ചോ. ആവശ്യം ഉണ്ടാവുമ്പോ നമ്മൾ ചോദിച്ചോളാം. വേണ്ട എനിക്ക് ഇപ്പൊ കൈ കാശുണ്ട്. ഓന്റെ ഒരു കാര്യം, ജീവിതത്തിന്റെ പകുതിയും ജയിലില്ല. കാട് 6 മാസം, നാട് 6 മാസം എന്ന് പറഞ്ഞ പോലെയാ. ഇതൊരു പിടികൂടി പിടിക്കും. വെള്ളം ഒഴിയടാ. മതി. എന്റെ മലദൈവങ്ങളെ, അല്ല ഞാൻ ആലോചിക്ക, 2 കൊല്ലം മുമ്പ് ജയിലിൽ വെച്ച് ഉസ്താദിനെ കണ്ടുമുട്ടില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം പട്ടിണിക്കാനെ. മതി മതി മതി, നിർത്ത. പറയുന്നു പറഞ്ഞല്ലേ പറ്റൂ. ഉസ്താദ് ജയിലിൽ പോയാ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്റെ അമ്മയാ. അത് ഉസ്താദിനോടുള്ള ദേഷ്യം കൊണ്ടല്ല, എന്നോടുള്ള സ്നേഹം കൊണ്ടാ. ഉസ്താദ് ജയിലിൽ പോയാ ഞാൻ അട്ടപ്പാടി പോവും. അങ്ങനെ ഞാൻ എന്റെ അമ്മയിങ്ങനെ ചെളിച്ച് കളിച്ച് വരച്ച് അല്ലേ. മതി മതി, നിർത്ത. നീ ദീപം കത്തിച്ചേ. അപ്പൊ അതല്ല എടുത്തിരിക്കണേ, എടുത്ത് കത്തിച്ചൂടെ? എല്ലാത്തിനും ഒരാള് വേണമെന്ന് വെച്ചാ ഒന്നും ഒറ്റയ്ക്ക് പറ്റില്ല. അല്ല, എന്റെ സ്ഥാനത്ത് വേറെ വല്ലവരാണ് ഇതൊക്കെ ഒളിച്ചെറിഞ്ഞു പോയാനെ. എങ്കിൽ പോയായിരുന്നില്ലടാ. എന്തേ പോവാത്തെ? പോയാൽ ഇതുപോലെ 3 നേരം സുഖമായിട്ട് ഞണ്ണാൻ വേറെ എവിടെ കിട്ടും അല്ലേ?
എല്ലാവർക്കും കാര്യം കാണാൻ അച്ചൂട്ടി വേണം. അത് കഴിഞ്ഞാ പിന്നെ റൗഡി വാടക കൊണ്ട ഒറ്റ പട്ടിക്ക് നന്ദിടാ നന്ദി. ഉസ്താദ് പട്ടീന്ന് വിളിച്ച് തന്നെയാണോ? അല്ലടാ, ആ കള്ള കഴിവേറി ഇട്ടിച്ചനെ ജയിലിൽ കയറി ആ നിമിഷം ഇറക്കാമെന്ന് പറഞ്ഞതാ തെണ്ടി. അവസാനം എന്നെ ഇറക്കാൻ ആ സേതുരാമൻ മുതലാളി വേണ്ടി വന്നു. അതിന് സൈന്യത്തിന്റെ കൈയും കാലും തല്ലുപിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നിർത്തടാ നിന്റെ ഉപദേശം. ആ അതൊക്കെ പോട്ടെ, നീ ആ പാട്ടൊന്ന് പാടിക്കേ. ഏത് പാട്ട്? നിന്റെ ആ അട്ടപ്പാടി പാട്ട്. ആ പാട്ട് ഇപ്പൊ മാറണ? ആ വേണം, ഇപ്പൊ തന്നെ മാറണ? ഇപ്പൊ പാടണം. അന്ന് ഞാൻ പാടിത്തരാം. ഉസ്താദ് തടി ഞാൻ പാടാം. പോരമ്മാമി കൊയിലൂതണി ചങ്കരമ്മാമി താളടിച്ചണ് ഇത് കണ്ടിട്ടോ താളി തൊയ്ച്ചണ തൊയ്യമ്മയ്യപ്പം താരാ കൊച്ചിനച്ഛൻ നെല്ലും വാട്ടി വാട്ടി വച്ച് അങ്ങനെ ഇല്ലി പട്ടിന്റെ അടക്കോട പോടണ പോട്ടം കണ്ടയ്യപ്പം താരാ ശ്രീരാമനും ലച്ചമണനും അങ്ങിനെ രണ്ട് തോയിമാരും പെരി പെരി പറഞ്ഞാണ് അവര് ചിത്താൻ വെട്ടി കളിച്ചണതമ്മോ. പരമവി 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 എന്നെ കൊണ്ട് പാടാൻ വയ്യ. നീ പാടിയേ പറ്റൂ. ഞാനൊരു പാവം കിട്ടാതെ എനിക്ക് വയ്യ. മതി, എനിക്ക് മടുത്ത് ചവിട്ട് കൂത്തും. ഞാനിനി ഇവിടെ നിൽക്കില്ല, ഞാൻ പോവാ. എങ്കി പോടാ. സ്വന്തം തന്തയും തള്ളയും വേണമെന്ന് വെച്ചില്ലടാ എന്നെ. പിന്നെയാണോ നീ? പോടാ പുല്ലേ. പോവന്നെയാ? ആ ആ എന്നെ ചവിട്ടിയല്ലേ? ഓ എനിക്ക് ശ്വാസം വിടാൻ പറ്റില്ല. ഇതെന്നും പറയണ പോലെയല്ല. ഞാനിനി പഠിക്കാൻ കാര്യത്തില്ല. ഇറങ്ങി പോടാ. എങ്ങനെ ഉസ്താദിന്റെ മുഖത്ത് നോക്ക? ഇതുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഇനി ധൈര്യമായി. ശരാ കാത്തിരിക്കണേ. ഉസ്താദെ, ഉസ്താദെ എഴുന്നേൽക്ക്. എന്തിനാ ഉറക്കത്? എഴുന്നേൽക്കാൻ. ഇന്നലെ ഫിറ്റായപ്പോ ഞാനും ഉസ്താദ് എന്തൊക്കെയാ പറഞ്ഞു. അത് എനിക്ക് ഉസ്താദിനെ തീരെ ഓർമ്മയില്ലല്ലേ? ഇനി പഠിക്കകത്ത് കയറില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി പോയതല്ലടാ നീ. അതൊക്കെ എന്നും പറയണതല്ലേ. പക്ഷെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഇന്ന് മുതൽ ഈ കൈ കൊണ്ട് ഞാൻ ഒരു തുള്ളി മതിയാൻ തൊടില്ല, അത് ഉറപ്പാ. മണിയാ, നീ ആ കൂളിംഗ് ഗ്ലാസ് ഒന്ന് ഊരി മാറ്റിയിട്ട് ഇപ്പൊ പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞേ. അതവിടെ ഇരുന്നോട്ടെ. എന്തിനാ അതിന്റെ പുറത്ത് കയറണേ? എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റില്ല. തകർക്കാൻ പറ്റാത്ത വിശ്വാസാ. ഒരു ബീഡിങ് എടുത്ത് അങ്ങനെ നല്ല കാര്യം ചോദിക്ക്. എവിടെ പോയി കിടക്കുന്നത്? ആവശ്യം നേരത്ത് മഞ്ഞൾ കൂവാന്ന് പറഞ്ഞ പോലെയാ. ഉസ്താദേ, ഉസ്താദിന് കുളിക്കണ്ടേ? പിന്നെ പൈപ്പിന്റെ ഇടയ്ക്ക് എല്ലാരും വന്നിട്ടുണ്ട്. ദാക്ഷായണിയും ദേവകിയും ഖുശ്ബുവും ഒക്കെ ഉണ്ടോടാ? പുഷ്പിന് ഉണ്ടാവില്ല. പുഷ്പ് കഴിഞ്ഞ ആഴ്ച കൊതുകിന് മരുന്നടിക്കുന്ന ആളുടെ കൂടെ ഒളിച്ചോടി പോയി. ഒരു കണക്കിന് ആലോചിച്ചാൽ അതും നല്ലതാ. അവക്കെങ്കിലും ഇനി കൊതുകളിൽ കൊള്ളാ കിടന്നുറങ്ങാമല്ലോ. പുഷ്പ് പോണെങ്കിൽ പോട്ടന്റെ ഉസ്താദേ, പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. മനീഷ. മനീഷ്? മനീഷ ചന്ദ്ര പിന്നെ കൊയിലാളാ. ഉസ്താദ് വന്നാട്ടെ. ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം ഉസ്താദ്. ഹലോ നഴ്സമ്മേ, സുഖാണോ? ഞാൻ വരുന്നു കേട്ടപ്പോഴേക്കും നഴ്സുമാരെയൊക്കെ നാട് കടത്തിയല്ലേ? നഴ്സുമാരെ പോകണ്ട, ഒരുപാട് വെണ്ടയ്ക്ക് വെച്ച കലം പോലെയായി. അതെ, 3-4 നല്ല പീസുകളെ കൊണ്ട് നിർത്തണം. വെള്ളരിപ്രാവുകൾ ഇവിടെ പാറി നടക്കട്ടെ. അത് വീടിന്റെ ഒരു ഐശ്വര്യ. അതെ, ഉസ്താദിനെ കൊണ്ടുവരുമ്പോ എനിക്ക് കൂടെ സൂട്ടായി പറഞ്ഞതിനെ കൊണ്ടുവരണേ. ഒരു ജീവിതം വിൽക്കാനുണ്ട്. ലൈഫ് ഫോർ സെയിൽ. കച്ചവടമൊക്കെ നിർത്തി സേനവാനും കൂട്ടി മലപ്പുറത്ത് കുടിയിൽക്ക് പോയാലോ എന്ന് ആലോചിക്കാം. നേരം വെളുക്കുമ്പോ തൊട്ട് മോന്തി ആണരുത് തുറന്നിട്ടിട്ട് എന്തിട്ടാനാ? കാണുന്നവർക്ക് വലിയ കച്ചവടാ, അധികം പറ്റ. ഇന്ന തിന്നേന്റെയും കുട്ടിയേന്റെയും കാശ് വെച്ചാലോ വെക്കിട്ട് തരാനും വരും. അച്ഛനക്ക് അവന്റെ ഒക്കെ പേരിൽ ലിസ്റ്റിംഗ് എടുത്താ അവന്റെ ഒക്കെ കുടുംബം പൊളിച്ചു കൊണ്ടുവരുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. എന്തിനാണ് മോനെ വയക്കിനും വക്കാനത്തിനൊക്കെ പോണേ? മനസ്സുള്ളവൻ തരട്ടേന്ന്. എന്റെ ഒക്കെ ഇന്നത്തെ കാലത്ത് കയ്യൂക്കുണ്ടെങ്കിൽ കാര്യം നടക്കൂ. ബാപ്പാ, നമ്മള് പോയി അരി പൊടിപ്പിച്ചിട്ട് വരാം. അതെ, പുട്ടിനും പത്രികയുള്ളതാണ് പ്രത്യേകം പറഞ്ഞു കേട്ടോ മോളെ. ശരി ബാപ്പാ. ഹസനിക്ക, ഇവിടെ ഇങ്ങനെ വിട്ടാ മതിയോ? കെട്ടിച്ചു വിടണ്ടേ? എത്തിച്ചു വിടണം മോനെ. ഓളൊരുത്തന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേണം നമുക്ക് മനസമാധാനത്തോടെ മയ്യത്താവാൻ. എല്ലാം സമയമാകുമ്പോ നടക്കും. ഞങ്ങളുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്കിയാൻ.
കല്യാണപ്രായം തെറ്റി റോഡ് നിറഞ്ഞു നിൽക്കല്ലേ. ഞങ്ങളെ പറ്റി ചോദിക്കാനും പറഞ്ഞു വല്ല മനുഷ്യരുണ്ടോ? അടുപ്പത്തിൽ 3 ചായ കേട്ടെ. അറിഞ്ഞോ, ഞങ്ങളൊരു പുതിയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ പാർട്ടിയുടെ ലക്ഷ്യം സാധാരണക്കാരന്റെ വേർപ്പും രക്തവുമായിരിക്കും. അപ്പൊ നിങ്ങളുടെ പാർട്ടിയുടെ പേര് ഡ്രാക്കുളാന്നായിരിക്കല്ലേ? അല്ല, AKPP എന്ന് വെച്ചാൽ ആൾ കേരള പീപ്പിൾസ് പാർട്ടി എന്നർത്ഥം. ഞങ്ങളുടെ ലീഡർ വർഗീസ് തിരുവമ്പാടി ഞങ്ങളെയും നയിക്കും. വർഗീസ് തിരുവമ്പാടി എവിടാടാ പട്ടി കഴിവകമോൻ അച്ചുട്ടി, ഇറങ്ങി വാടാ. എന്നെ വിളിച്ചോ? ആരും ഇല്ലാത്തപ്പോ ഈ മുണ്ടയ്ക്കിൽ ഇട്ടിച്ചന്റെ കമ്പനി ഒന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നീ ആരാടാ? അച്ചൂട്ടി, പുറംപോക്കിൽ അച്ചൂട്ടി. അതെ, വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. അത് മാറിയാലേ തന്ത മാറും. ചെക്ക് പോസ്റ്റിൽ നിന്ന് കള്ളത്തടി കടത്തി നിന്റെ കസ്റ്റഡിയിൽ എത്തുന്നവരെ അച്ചൂട്ടിയെ നിനക്ക് വേണമായിരുന്നു. ഫോറസ്റ്റുകാർ പിടിച്ചപ്പോ നിന്റെ പേര് പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. നീ എന്നെ രക്ഷിക്കുമെന്ന് കരുതി. ഞാനൊന്നും ഞൊടിച്ചാ ഈ നിമിഷം നീ അകത്ത് പോയി അഴിയണോ അറിയോ? ഇനി ആരെങ്കിലും ഉണ്ടോ മുണ്ടയ്ക്ക് കഴിവേറികള് ഉണ്ടെങ്കിൽ വീഴാ. തന്ത ആരാണെന്നറിയില്ലെങ്കിലും ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാളാ ഈ അച്ചൂട്ടി, പുറംപോക്കിൽ അച്ചൂട്ടി. മനസ്സിലായവാ പുല്ലേ? വാടാ.
ആരാ മനസ്സിലായില്ല? ഞാൻ സിന്ധു, മേലേപ്പാട്ട് കേശവമേനോന്റെ മകളാ. സിന്ധു മോളോ? അയ്യോ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. വാ വാ വാ, ഇത് ഞാൻ എടുത്തോളാം. വാ മോള് വാ. ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. മോക്ക് എങ്ങനെ മനസ്സിലായി? ഓ അതിനാണോ പ്രയാസം? ചേച്ചിയുടെ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചു. എന്നാലും മോൾ ഇവിടേക്ക് വരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതെന്താ? എനിക്ക് ഇവിടെ വരാൻ പാടില്ലേ എന്നാണോ ഞാൻ പറഞ്ഞത്? അതൊക്കെ ഇരിക്കട്ടെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങളൊക്കെ പറയാൻ ഇനി ഒരുപാട് സമയം കിടക്കല്ലേ. ഞാൻ കുറച്ചു ദിവസം ശാന്തേച്ചിയുടെ കൂടെ ഇവിടെ താമസിക്കാൻ വന്നതാ. ഇവിടെ താമസിക്കാനോ? അതെ, എന്റെ കൂടെയോ? തമാശ പറയാതെ മോളെ. തമാശയല്ല ശാന്തേച്ചി, ഞാൻ ഇപ്പോഴൊരു പത്രത്തിൽ വർക്ക് ചെയ്യുക. നഗരത്തിലെ കോളനികളെ കുറിച്ചൊരു ഫീച്ചർ എഴുതാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ മോക്ക് ഏകാന്തമായി ഇരുന്ന് എഴുതാനുള്ള ചുറ്റുപാടല്ല ഇവിടെ. എപ്പോഴും അടിയും വഴക്കും ബഹളവും. അത് വരുന്ന വഴിക്ക് തന്നെ എനിക്ക് മനസ്സിലായി. ആ കവലയിൽ ഒരു അടിയും കണ്ടേച്ചാ ഞാൻ വരുന്നത്. എന്നാ അത് അവൻ തന്നെയാ, അച്ചൂട്ടി. അവന്റെ ഭരണമല്ലേ ഇവിടെ നടക്കുന്നത്. നേരെ മുൻവശത്ത് അവൻ താമസിക്കുന്നു. മോക്ക് താമസിക്കാൻ ഞാൻ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലം ശരിയാക്കി തരാം. ശാന്തേച്ചുള്ളപ്പോ ഞാൻ ഇതിനെ പേടിക്കുന്നത്. അല്ല, ചേച്ചി എന്നെ ഇവിടുന്ന് ഒഴിവാക്കാൻ നോക്ക? അയ്യോ അങ്ങനെയൊന്നും അല്ല മോളെ. ഇവിടെ താമസിച്ചിരുന്ന പേയിങ് ഗസ്റ്റുകളെയൊക്കെ അച്ചൂട്ടി വരുന്നു അറിഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞയച്ചതാ. എന്നാലേ അങ്ങനെ പേടിച്ചു പോകാനല്ല ഞാൻ വന്നത്. ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു. ഇനി മോളുടെ ഇഷ്ടം. ശാന്തേച്ചി എന്തെങ്കിലും വായിക്കണോ? നമ്മൾ സ്റ്റോറി പോവാ. ഒന്നും വേണ്ട സൈനബ. ഇതാരപ്പാ പുതിയ നഴ്സാ? അല്ല, ഇതെന്റെ മോളാ സിന്ധു. ഇങ്ങനൊരു മോളുള്ള കാര്യം നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ലല്ലോ. എന്റെ മോളെ പോലെയാന്ന് കുട്ടിക്കോ? സിന്ധുവിന്റെ അച്ഛനോട് എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുള്ളതാ. നാട്ടിലെ സർക്കാർ ആശുപത്രിയിൽ എനിക്ക് ജോലി വാങ്ങിച്ചു തന്നത് സിന്ധുവിന്റെ അച്ഛനാ. അല്ല, ഇങ്ങക്ക് എന്താ പണി? പത്രത്തിൽ എഴുതുന്ന ജോലിയാ. അതെയോ? എന്നാ ഞമ്മളെ പറ്റി എന്തെങ്കിലും എഴുതിക്കൊള്ളി, പത്രത്തിൽ വരുമല്ലോ. നമ്മൾ പോട്ടെ, സ്റ്റോറി പോയി വന്നിട്ട് പിടിപ്പത് പണിയുണ്ട്. പിന്നെ കാണാട്ടോ. ചായക്കടക്കാരൻ ഹസനിക്കയുടെ മോളാ സൈനഭ. പാവം കുട്ടിയാ. മോള് യാത്ര ചെയ്ത് വന്നതല്ലേ, ക്ഷീണം കാണും. ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റ്, അപ്പോഴത്തേക്ക് ഞാൻ കാപ്പി എടുക്കാം. നിർത്ത് അച്ചൂട്ടിയെ, അച്ചൂട്ടി എവിടെയൊക്കെ അന്വേഷിച്ചിട്ട് അറിയാമോ? എത്ര പ്രാവശ്യം തന്നെ വീട്ടിൽ പോയി അറിയാമോ? അച്ചോട്ടെ, നമ്മുടെ സ്ഥാനാർത്ഥി വർഗീസ് തിരുവമ്പാടിയെ മറക്കരുത്. അങ്ങേര് ജയിച്ചാൽ മന്ത്രിയാ, വെറും മന്ത്രിയല്ലേ. ഒരു പെരുകളന് ഒരു കൂട്ടായി നമ്മുടെ ചിഹ്നം കോഴി ചിഹ്നം. ഇന്ന് വർഗീസ് തിരുവമ്പാടിക്ക് സ്വീകരണം കൊടുക്കുന്ന ദിവസമായിടോ. നമ്മുടെ ചിഹ്നം മറക്കരുത്, കോഴി തിരുവമ്പാടിക്ക് പറ്റിയ ചിഹ്നം. വിട്ടോ. സേതുരാമ മുതലാളി കാണണമെന്ന് പറഞ്ഞു. എന്താ കാര്യം? കാര്യം എന്താണെന്ന് അറിയില്ല. കൂടെ കൊണ്ടുവരാനാ പറഞ്ഞത്. അതാകുമ്പോഴേക്ക് ഞാൻ വന്നേക്കാം. കയ്യോടെ കൂട്ടിക്കൊണ്ടുവരാനാ എന്നോട് പറഞ്ഞത്. ഉസ്താദ് പറഞ്ഞിട്ടില്ലേ, വന്നോളും പോയിക്കോ. അങ്ങനെ ആയിക്കോട്ടെ. നമ്മൾ ഇവിടെ ചൊറിയും കുത്തിരിക്കും. എന്തിന് എത്ര വെയിറ്റിട്ടത്? ആ കാറി കയറി അങ്ങ് തന്നെ പോയാ പോരായിരുന്നു. എടാ, മുതലാളിമാര് വിളിച്ച ഉടനെ ഓടിച്ചെന്ന ഒരു വില ഉണ്ടാവില്ല. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ജീവൻ പണയം വെച്ചിട്ടുള്ള കളിയാ. അവര് തരുന്ന നക്കാപ്പിച്ച് മാറ്റിട്ട് തിരിച്ചു വരരുതിട്ടോ. ആർക്ക് കൊടുക്കാനാടാ നമുക്ക് കാശ്? എനിക്കും നിനക്കും ജീവിക്കാനുള്ള കിട്ടിയാ പോരെ? തിരുവമ്പാടി സാറിന് മൃഗീയമായ ഭൂരിപക്ഷം കിട്ടുമെന്ന തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ പ്രവചനം. ഇതൊന്നും എന്റെ കഴിവുകൊണ്ടല്ല, എല്ലാം ഈ ഇരിക്കുന്ന വലിയ മനസ്സിന്റെ കാരുണ്യം കൊണ്ടാ. എന്നെ പാർട്ടിയിൽ നിന്ന് കരിവേപ്പല പോലെ പുറത്തെറിഞ്ഞപ്പോ ഞാൻ അഭയം പ്രാപിച്ചത് ഈ തൃപ്പാദങ്ങളിലല്ലേ. തിരുവമ്പാടി സാർ മന്ത്രിയായിട്ട് വേണം എനിക്ക് കുറെ അഴിമതികളൊക്കെ നടത്താൻ. തിരുവമ്പാടി സാർ മന്ത്രി ആവണമെന്നുണ്ടോ? അല്ലാതെ തന്നെ പല രീതിയിലുള്ള അഴിമതികൾ നടത്തുന്നുണ്ടല്ലോ. പിന്നെ സേതു സാറേ, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒരു ഹെൽത്ത് ക്ലബ്ബ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ് ഞാൻ. ലേഡീസിനും ജെന്റ്സിനും ഒരേ സമയത്ത് ബോഡി ഷേപ്പ് ചെയ്യാനുള്ള എ വെൽ സൊഫിസ്റ്റിക്കേറ്റഡ് ക്ലബ്. ദേവയാനിയുടെ ആരോഗ്യപരമായ നീക്കം എന്തുകൊണ്ടും സ്വാഗതാർഹമാണ്. ബോഡി ഷേപ്പ് ചെയ്യണമെന്ന് തോന്നുമ്പോ ശങ്കയിലാണ്ട് കേറിച്ചല്ലോ. മോസ്റ്റ് വെൽക്കം. പക്ഷേ ഇതിനെല്ലാം സേതു സാറ് കനിഞ്ഞല്ലേ പറ്റൂ. ഇന്ന് വരെ ദേവയാനി പറഞ്ഞത് എന്തെങ്കിലും ഞാൻ നടത്തി തരാതിരുന്നിട്ടുണ്ടോ? പ്രോജക്ട് റിപ്പോർട്ട് ഉടനെ തയ്യാറാക്കിക്കൊള്ളൂ. ഹലോ സാർ. വരാൻ പറയൂ. അവനാ അച്ചൂട്ടി.
എന്തിനാ എന്നെ വിളിച്ചേ? എന്നാ ഞങ്ങളങ്ങോട്ട്. കസ്റ്റംസ് ഓഫീസർ അലക്സ് ജോസഫ്, അവനെ എനിക്ക് വേണം. എന്റെ 2 കണ്ടെയ്നറുകളാണ് അവൻ കസ്റ്റഡിയിലെടുത്തത്. എനിക്ക് നഷ്ടപ്പെട്ടത് കോടികളാണ്. അതിലുമുപരി എന്റെ ബിസിനസ് ഡീലിംഗ്സ്. അവനെ കാണാൻ ലക്ഷങ്ങളുമായി അപ്പൂട്ടൻ നായർ അയച്ചതാ ഞാൻ. പക്ഷേ ഒന്ന് കാണാൻ പോലും അവൻ തയ്യാറായില്ല. വീറും വാശിയുമുള്ള ചെറുപ്പക്കാർ അവരെന്നും എനിക്ക് ഹരമാണ്. എനിക്കവനെ കണ്ടേ പറ്റൂ. അപ്പൂട്ടൻ നായരെ,